ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരരുടെ മൊഴികളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് തന്ത്രിയുടെ മൊഴികൾ. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹാജരായ തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യാനായിട്ടില്ല. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു വശത്ത് SIT ഒച്ചിഴയും വേഗത്തിൽ അന്വേഷണം എന്ന പേരിൽ നടക്കുന്നു, മറുവശത്ത് ED പിടിമുറുക്കുന്നു. തീർച്ചയായിട്ടും ആദ്യഘട്ടം മുതൽ തന്നെ EDയുടെ പ്രവർത്തനം ആ രീതിയിലായിരുന്നു. ഒരുപക്ഷെ SITയുടെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലും അതാത് സമയങ്ങളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഉണ്ടായ ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അത് വലിയ രീതിയിലുള്ള സംശയത്തിലെത്തിച്ചിരുന്നു. പലപ്പോഴും കോടതിയുടെ വിമർശനം SITയുടെ പ്രവർത്തനങ്ങൾക്ക് നേരിടേണ്ടിയെല്ലാം വരികയും ചെയ്തിരുന്നു. പക്ഷേ ED അതിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ, അതായത് ഇതിൻ്റെ കള്ളപ്പണ ഇടപാടുകളും അതിൻ്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും പടിപടിയായി അതിൽ മുന്നേറ്റം കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ EDക്ക് മുന്നിലെത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. തന്ത്രി കണ്ഠരര് രാജീവർ കഴിഞ്ഞ ദിവസം EDക്ക് മുന്നിൽ ഉച്ചയ്ക്കാണ് ഹാജരായത്. ആ ഹാജരായി ചോദ്യം ചെയ്യലിൽ കൃത്യമായി രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത്. ഒന്ന്, ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തനിക്ക് ഇടപെടാറില്ല, ഒപ്പം തന്നെ അതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ശബരിമലയിൽ എത്തിച്ചതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. ഈ രണ്ട് കാര്യമാണ് അസംതൃപ്തമായി ഈ തന്ത്രി EDക്ക് മുന്നിൽ മൊഴിയെടുക്കലിൽ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുതിർന്ന ആളുകളും അതുപോലത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം അവരെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് തന്ത്രിയുടെ മൊഴി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ശബരിമലയിലേക്ക് എത്തിച്ചതിലും അതുപോലെ തന്നെ ഈ പാളികൾ ഇളക്കി മാറ്റാൻ നൽകിയ ഉത്തരവും അതിൽ ഒപ്പിട്ട നടപടികളെല്ലാം പൂർണ്ണമായും ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമായിരുന്നു. ദേവസ്വം ബോർഡ് നടപ്പാക്കിയതും ദേവസ്വം ബോർഡ് തന്നെയായിരുന്നു. തനിക്ക് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ തനിക്ക് ഇടപെടാനാകൂ എന്നുള്ള വിവരമാണ് എന്ന കാര്യമാണ് തന്ത്രി ഇപ്പോൾ ധരിപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ പോലും ഇത്തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നതും അതിൻ്റെ മാറ്റു കുറഞ്ഞ, അതായത് സ്വർണം ഇല്ലാതായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ തനിക്ക് പറയാനുള്ള ഉത്തരവാദിത്തമില്ല, അധികാരവുമില്ല. പറഞ്ഞതെല്ലാം ചെയ്തതും പറഞ്ഞതുമെല്ലാം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വവുമെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കുമാണ്. തന്ത്രിയുടെ മൊഴിയിൽ EDക്ക് നൽകിയ മൊഴിയിൽ ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പ് ദേവസ്വം ബോർഡിനാണ്. പ്രത്യേകിച്ച് ഈ ആരുടെയൊക്കെ പേരാണ് തന്ത്രി പരാമർശിച്ചിട്ടുള്ളത്. ഈ തന്ത്രിയുടെ മൊഴികളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങുമ്പോൾ ദേവസ്വം ബോർഡിലെ പല ഉന്നതരും ഇനി കുടുങ്ങും. ഒരുപാട് ഉന്നതരെ SIT ചോദ്യം ചെയ്തിരുന്നു, അവരെല്ലാം വിട്ടയക്കുകയും ചെയ്തു, സ്വാഭാവിക ജാമ്യം കിട്ടി. അവരുടെ പേരുകൾ മാത്രമാണോ അതോ മന്ത്രിമാരുടെ പേരും ഉണ്ടാകുമോ തന്ത്രിയുടെ മൊഴികളിൽ? അത്തരത്തിലുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് എടുത്തു പറയേണ്ടത്, തന്ത്രിക്കെതിരെ അത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് തെളിയിക്കാൻ തരത്തിലുള്ള ഒരു തെളിവും SITക്ക് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അത് SIT എന്തിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉത്തരം നൽകാൻ SITക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തെളിവ് സഹിതം നൽകാൻ SITക്ക് സാധിച്ചിരുന്നില്ല. അതേസമയം തന്നെ കൂടുതൽ പ്രതിക്കൂട്ടിലാവുന്ന തരത്തിലേക്ക് തന്ത്രിയുടെ മൊഴി EDയിലും, അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിമാരടക്കമുള്ളവർ പ്രതിക്കൂട്ടിലാവുന്ന തരത്തിലേക്ക് തന്ത്രിയുടെ മൊഴിയും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാനുള്ളത് പത്മകുമാറിനെയാണ്. SIT ജാമ്യം കൂടി ലഭിച്ച പത്മകുമാറിനെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ED ചോദ്യം ചെയ്യാനുണ്ട്. ഈ രണ്ടുപേരിലേക്കാണ് ഇനി ED കടന്നു പോകാനുള്ളത്. ഒപ്പം തന്നെ
തന്നെ തന്ത്രിയെ രാവിലെ ഹാജരാവണമെന്നായിരുന്നു, അത് കഴിഞ്ഞ ദിവസം രാവിലെ ഹാജരാവണമെന്നായിരുന്നു, 4-ാം തീയതി രാവിലെ ഹാജരാകണമെന്നായിരുന്നു സമൻസ് നൽകിയിരുന്നത്. പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ തുടർന്ന് 1 മണിയോടുകൂടിയാണ് ഹാജരായത്. 5:30-ക്ക് ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 5.5 മണിക്കൂർ നീണ്ട ഒരു മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലെല്ലാമാണ് നടന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി പരിശോധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഒരുപക്ഷേ തന്ത്രിയെ വിളിപ്പിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്ത്രിയുടെ സാമ്പത്തിക കാര്യങ്ങളിലാണ് കൂടുതൽ നിക്ഷേപങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകളുമാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. അക്കാര്യത്തിൽ ചില രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അവ്യക്തത കുറവുണ്ടെങ്കിൽ ഒരുപക്ഷേ കൂടുതൽ ചോദ്യം ചെയ്തേക്കാം. ഒപ്പം തന്നെ നിക്ഷേപം സംബന്ധിച്ച ഇ ഡിയുടെ സംശയങ്ങൾക്ക് അറുതി വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മൊഴി അത്തരത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ തെളിവുകളും അത്തരത്തിലാണെങ്കിൽ വൈകാതെ തന്നെ ഇപ്പോൾ നിലവിലെ ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ തന്ത്രി പ്രതിയല്ല, SIT കേസിൽ മാത്രമാണ് തന്ത്രി പ്രതിയായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇ ഡി കേസിൽ തന്ത്രിയെ മാപ്പുസാക്ഷിയാക്കാൻ അല്ലെങ്കിൽ ഒരു സാക്ഷിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശരി, ഏതായാലും നേരായ വഴിയിലൂടെയാണ് ഇ ഡി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഹൈക്കോടതി പറഞ്ഞിരുന്നുവല്ലോ, ജാമ്യം കൊടുക്കുമ്പോൾ തന്ത്രിക്ക് ക്ഷേത്രകാര്യങ്ങളിൽ മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ, ബാക്കി നടപ്പിലാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ടാണ് തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ എന്തിനാണ് ഈ അറസ്റ്റ്? 42 ദിവസം കഴിഞ്ഞിട്ട് ജാമ്യം തേടി പുറത്തു വരികയാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല, SIT കുറ്റപത്രം സമർപ്പിക്കാത്ത കാരണത്താൽ പുറത്തു വന്നതാണ്. അപ്പോൾ ഏതായാലും ഇ ഡി കണ്ടുപിടിക്കട്ടെ. കണ്ഠരര് രാജീവരരുടെ മൊഴികളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇ ഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ എടുത്ത ശേഷം മറ്റുള്ളവരെ ചോദ്യം ചെയ്യും, പിടിവീഴും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നേരെ തോന്നുന്നു ഈ SITയുടെ അന്വേഷണത്തെ പറ്റി ഇനി അന്വേഷിക്കാൻ വേറെ ആരെങ്കിലും ഇവിടെ വരണമെന്നാണ്. കാരണം അത്രമേൽ ആ അന്വേഷണത്തിലെ പാളിച്ചകളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്.